നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ പരസ്പരം സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന സെൻറ്റൻസുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. അതെങ്ങനെ പറയും? ആപ് അല്ലെങ്കിൽ തും എന്നും പറയാം. ബഹുത് സുന്ദർ ദിഖ് രഹി ഹേ. ആപ് ബഹുത് സുന്ദർ ദിഖ് രഹി ഹേ. താങ്കളെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്നെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. തും ബഹുത് സുന്ദർ ദിഖ് രഹി ഹോ എന്ന് പറയാം. അപ്പം തുമ്മാണെങ്കിൽ. ഇനി തൂ ആണ് പറയേണ്ടതെങ്കിൽ തൂ ബഹുത് സുന്ദർ ദിഖ് രഹി ഹേ. അപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പറയും. തുമ്മാണെങ്കിൽ തും ബഹുത് സുന്ദർ ദിഖ് രഹി ഹോ. ആപ്പായിട്ട് പറയണമെങ്കിൽ ആ ബഹുത് സുന്ദർ ദിഖ് രഹി ഹേ എന്ന് പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെങ്ങനെ പറയാം? മേ ആപ്കോ പ്യാർ കർത്താ ഹൂം അല്ലെ മേ തുംകോ പ്യാർ കർത്താ ഹൂം. ഇനി സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേ ആപ്കോ പ്യാർ കർത്തി ഹൂം അല്ലെങ്കിൽ മേ തുംകോ പ്യാർ കർത്തി ഹൂം. ഇത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും ആണെങ്കിൽ എങ്ങനെയാണ് ലാസ്റ്റ് കർത്താഹും അല്ലെങ്കിൽ കർത്തിഹും എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മേ ആപ്കോ പ്യാർ കർത്താഹും അല്ലെങ്കിൽ മേ തുംകോ പ്യാർ കർത്താഹും. ഇനി എനിക്ക് നിങ്ങളുടെ ചിരി ഇഷ്ടമാണ്. അതെങ്ങനെ പറയാം? എനിക്കെന്നുള്ളതിന് മുച്ചേ. ആപ്കി മുസ്കാൻ. മുസ്കാൻ എന്ന് പറഞ്ഞാൽ ചിരി, പുഞ്ചിരി. മുസ്കാൻ പസന്ദേ. മുച്ചേ ആപ്കി മുസ്കാൻ പസന്ദേ. അല്ലെങ്കിൽ മുച്ചേ തുമാരി മുസ്കാൻ പസന്ദേ. എനിക്ക് നിങ്ങളുടെ ചിരി ഇഷ്ടമാണ്. ഇനി എനിക്ക് നിങ്ങളുടെ വർത്തമാനം ഇഷ്ടമാണ്. അതെങ്ങനെ പറയാം? മുച്ചേ തുമാരി ബാത്തേ. ബാത്തേ കർണ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുക എന്നാണ്. വർത്തമാനം എന്ന് പറഞ്ഞാൽ ബാത്തേ. മുച്ചേ തുമാരി ബാത്തേ പസന്ദേ. ഇഷ്ടമാണ്. മുച്ചേ തുമാരി ബാത്തേ പസന്ദേ. എനിക്ക് നിങ്ങളുടെ വർത്തമാനം ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളുടെ വർത്തമാനം ഇഷ്ടമാണ്. മുച്ചേ തുമാരി ബാത്തേ പസന്ദേ. നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്നേഹമുള്ളവളാണ് എന്നുള്ള ഇതിലാണ്. ആ ബഹുത് പ്യാരി ഹേ. പ്യാരി ഹേ എന്ന് പറഞ്ഞാൽ നല്ല എന്താണ്, നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ തോന്നുന്നു. ആ ബഹുത് പ്യാരി ഹേ. നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ കൊള്ളുന്നതാണ്, സ്നേഹമുള്ളവളാണ്. ആ ബഹുത് പ്യാരി ഹേ. നിങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തും ചമക് രഹേ ഹോ. ചമക്കിന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ചമക് രഹേ ഹോ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. തും ചമക് രഹേ ഹോ. നമ്മളിപ്പോൾ ആരെങ്കിലും ഒരുങ്ങി വരുമ്പോൾ നമ്മൾ പറയത്തില്ലോ, നീ നല്ലതായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ. അത് പറയുന്നതാണ് തും ചമക് രഹേ ഹോ. തും ചമക് രഹേ ഹോ. സ്നേഹം കൂടുമ്പം പറയുന്ന ഭാഷയല്ലേ. ഞാൻ നിൻ്റേതാണ്. മേ തുമാരാ ഹൂം. മേ തുമാരാ ഹൂം. ഞാൻ നിൻ്റേതാണ്. നീ എൻ്റേതാണ്. തും മേരി ഹോ അല്ലെങ്കിൽ തു മേരി ഹേ എന്ന് പറയണം. തും ആയതുകൊണ്ടാണ് നമ്മൾ ഹോ ഉപയോഗിച്ച്. തും മേരി ഹോ അല്ലെങ്കിൽ തു മേരാ ഹേ അല്ലെങ്കിൽ മേരി ഹേ. താങ്കളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഓരോ കാൽവെപ്പിലുമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നടക്കുന്ന ഓരോ കാല് വയ്ക്കുമ്പോഴും ഞാനും കൂടെ ഉണ്ട്, എപ്പോഴും കൂടെ കാണും എന്നുള്ളതിനുള്ള ഒരു സെൻറ്റൻസാണ് ആപ്കെ സാത്ത്. താങ്കളുടെ കൂടെ അല്ലെങ്കിൽ തുമാരേ സാത്ത് ഹർ കദം പർ ഹും. ഹർ കദം എന്ന് പറഞ്ഞാൽ ഓരോ കാൽവെപ്പിലും, ഓരോ കാല് വയ്ക്കുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ്, ഒരു ഉറപ്പ്. അതെങ്ങനെ പറയാം? ആപ്കെ സാത്ത് ഹർ കദം പർ ഹും. ഹർ കദം ഓരോ കാൽവെപ്പിലും. ഹർ കദം പർ ഹും. ഞാൻ നിങ്ങളുടെ കൂടെ ഓരോ കാൽവെപ്പിലും കൂടെ ഉണ്ടാവും. അതാണ് പറയുന്നത്. ആപ്കെ സാത്ത് ഹർ കദം പർ ഹും. ഓരോ കാൽവെപ്പിലും ഉണ്ടാവും. താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരർത്ഥമാണ്. മേ ആപ്കെ ലിയേ കുച്ച് ഭീ കർ സക്താ ഹൂം. കുച്ച് ഭീ എന്ന് പറഞ്ഞാൽ എന്തും, കർ സക്താ ഹൂം ചെയ്യാൻ കഴിയും. മേ ആപ്കെ ലിയേ കുച്ച് ഭീ കർ സക്താ ഹൂം. ഞാൻ താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തുമാരേ ലിയേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി. മേ തുമാരേ ലിയേ കുച്ച് ഭീ കർ സക്താ ഹൂം. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയും, എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ള ഒരു ധ്വനിയാണത്. മേ ആപ്കെ ലിയേ കുച്ച് ഭീ കർ സക്താ ഹൂം. എനിക്ക് നിങ്ങളുടെ ഓർമ്മ വരുന്നു അല്ലെങ്കിൽ എനിക്ക് താങ്കളുടെ ഓർമ്മ വരുന്നു. അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ ചിന്ത, നിങ്ങളുടെ ചിന്ത വരുന്നു എന്നുള്ളതാണ്. മുച്ചേ ആപ്കി യാദ് ആത്തി ഹേ. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ.
മുझേ ആപ്കി യാദ് ആത്തി ഹേ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വരുന്നു. മുझേ തുമാരി യാദ് ആത്തി ഹേ, നിങ്ങളുടെ ഓർമ്മ വരുന്നു. എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്, അല്ലെ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. മുझे ആപ്കി ജരൂരത്ത് ഹേ, ജരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം. മുझे ആപ്കി ജരൂരത്ത് ഹേ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, അല്ലെ നിങ്ങളുടെ ആവശ്യമുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. മനസ്സുകൊണ്ടെന്നുള്ളതിന് മൻസേ, മനസ്സുകൊണ്ട് എന്നുള്ളതിന് മൻസേ, എപ്പോഴും, ഹമേശ. മൻസേ മേ ഹമേശ, നിങ്ങളുടെ കൂടെയാണ്. ആപ്കെ സാഥും അല്ലെങ്കിൽ തുമാരെ സാഥും. മൻസേ മേ ഹമേശ ആപ്കെ സാഥും, മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. മൻസേ മേ ഹമേശ ആപ്കെ സാഥും അല്ലെങ്കിൽ തുമാരെ സാഥും. എന്നെ വിശ്വസിക്കൂ. മേരാ വിശ്വാസ് കറോ, വിശ്വാസ് കറോ വിശ്വസിക്കൂ. എന്നെ വിശ്വസിക്കൂ. മേരാ വിശ്വാസ് കറോ. നിങ്ങൾ സ്പെഷ്യലാണ്, അതെങ്ങനെ പറയാം? തും ഖാസ് ഹോ. ഖാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആൾ, സ്പെഷ്യൽ ആൾ, അതിനാണ് പറയുന്നത്. എല്ലാവരെയും പോലല്ല, പ്രത്യേകതയുള്ള ആളിനെയാണ് നമ്മൾ ഖാസ് ആത്മി എന്ന് പറയുന്നത്. തും ഖാസ് ഹോ, നിങ്ങൾ സ്പെഷ്യലാണ്. തും മേരെ ലിയേ ഖാസ് ഹോ, നീ എനിക്ക് സ്പെഷ്യലാണ്. സന്തോഷമായിരിക്കൂ. ഖുശ് രഹോ. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം, ഖുഷി അല്ലെങ്കിൽ ഖുഷ്. ഖുശ് രഹോ, സന്തോഷമായിരിക്കൂ. നിങ്ങൾ എൻ്റെ സ്വപ്നത്തിലെ റാണിയാണ്, അതെങ്ങനെ പറയാം? തും മേരെ സപ്പനോങ്കി റാണി ഹോ. സപ്പന എന്ന് പറഞ്ഞാൽ സ്വപ്നം. തും മേരെ സപ്നോങ്കി റാണി ഹോ. ഇല്ലെങ്കിൽ തൂ മേരെ സപ്നോങ്കി റാണി ഹേ എന്ന് പറയാം. തൂ വരുമ്പോൾ ഹേ എന്ന് നമ്മൾ പറയുന്നത്. തൂ മേരെ സപ്നോങ്കി റാണി ഹേ, അല്ലെങ്കിൽ തും മേരെ സപ്നോങ്കി റാണി ഹോ, നീ എൻ്റെ സ്വപ്നത്തിലെ റാണിയാണ്. നീ എൻ്റെ മനസ്സ് മോഷ്ടിച്ചെടുത്തു. ആപ്നെ മേരാ ദിൽ, എൻ്റെ മനസ്സെന്നുള്ളതിന് മേരാ ദിൽ ചുരാലിയാ ഹേ. ചുരാന എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നാണ്. ചുരാലിയാ ഹേ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചെടുത്തു. ആപ്നെ മേരാ ദിൽ ചുരാലിയാ ഹേ, അല്ലെങ്കിൽ തുമ്നെ മേരാ ദിൽ ചുരാലിയാ ഹേ, അല്ലെങ്കിൽ തൂനെ മേരാ ദിൽ ചുരാലിയാ ഹേ. നിങ്ങൾ പ്രോമിസ് ചെയ്തതാണ്, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. തുമ്നെ വാദാ കിയാ ഹേ. വാദാ കർണ എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യുക, വാഗ്ദാനം കൊടുക്കുക എന്തെങ്കിലും. തുമ്നെ വാദാ കിയാ ഹേ, നീ പ്രോമിസ് ചെയ്തതാണ്, നിങ്ങൾ പ്രോമിസ് ചെയ്തതാണ്. തുമ്നെ വാദാ കിയാ ഹേ. നിന്നെ കാണാൻ കൊതിയാവുന്നു അല്ലെങ്കിൽ ധൃതിയാവുന്നു എന്നുള്ള അർത്ഥമാണ്, ആഗ്രഹം വരുന്നു. തുച്ഛേ മിൽനേക്ക, മിൽനേക്ക എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. തുച്ഛേ മിൽനേക്ക മൻ കർ രഹാ ഹേ. മൻ കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നുന്നതിനാണ് പറയുന്നത്. തുച്ഛേ മിൽനേക്ക മൻ കർ രഹാ ഹേ, മനസ്സുകൊണ്ട് കൊതിയാവുന്നു അല്ലെങ്കിൽ ആഗ്രഹം തോന്നുന്നു. തുച്ഛേ മിൽനേക്ക മൻ കർ രഹാ ഹേ, നിന്നെ കാണാൻ കൊതിയാവുന്നു അല്ലെങ്കിൽ നിന്നെ കാണാൻ ആഗ്രഹം തോന്നുന്നു, എന്ത് വേണേലും പറയാം. തുച്ഛേ മിൽനേക്ക മൻ കർ രഹാ ഹേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതെങ്ങനെ പറയാം? തുമാരെ ബിന. ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇല്ലാതെ എന്നുള്ള അർത്ഥമാണ്. നീ ഇല്ലാതെ, തുമാരെ ബിന മേ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ജി നഹി സക്താ ഹൂँ. തുമാരെ ബിന മേ ജി നഹി സക്താ ഹൂँ. ജി നഹി സക്താ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. തുമാരെ ബിന മേ ജി നഹി സക്താ ഹൂँ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആവശ്യപ്പെട്ടതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്